ഫ്രണ്ട്സ്, PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു കൂട്ടുപലിശ കണക്കാക്കിയില്ലേ, അതുപോലെ ഇതൊരു കൂട്ടുപലിശയുടെ കണക്ക് തന്നെയാണ്. ഇത് 3 വർഷം കൂടുമ്പോഴുള്ള കൂട്ടുപലിശയാണ്. നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. ഇന്നലെ 2 വർഷം പഠിച്ചപ്പോൾ നമ്മൾ 2:1 അല്ലേ ചെയ്തത്. 3 വർഷം എന്ന് പറയുമ്പം 3:3:1 ഈ അനുപാതത്തിലായിരിക്കും. 3 വർഷം പറയുമ്പം 3, 3, 1, 3, 3, 1. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പം 10,000 രൂപ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു തരാവേ. ഒരു TV-യുടെ വില 10,000 രൂപയാണ്. വർഷം തോറും വിലയിൽ 10% വർധനവുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില എത്രയായിരിക്കും? അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 10,000 രൂപയാണല്ലോ. 10,000 രൂപയുടെ എത്ര ശതമാനമാണ് കാണേണ്ടത്? 10% അല്ലേ. ഒന്നുമില്ല, നമുക്ക് ഇതും ക്യാൻസലാക്കിയാൽ 1000 എത്ര വരും? 1000. അപ്പം നമ്മൾ ഈ 3 എഴുതുക. 3 × 1000. ഇനി എന്ത് ചെയ്യണം? ഈ 1000-ൻ്റെ 10%. ഈ 1000-ൻ്റെ 10%. ഒന്നുമില്ല, ഈ 2 0 ക്യാൻസലായ 100 കിട്ടും. അപ്പോൾ ഈ 3 × 100. പിന്നെയോ ഈ 1, ഈ 100-ൻ്റെ 10% എത്രയെന്ന് കാണണം. 10. എത്രയാണ്? 10. ഇതെല്ലാം കൂടി ചെയ്യാം. 3000, 300, 10 ചെയ്താൽ എത്രയാണ്? 0, 1, 3, 3. ഇത് കൂട്ടുപലിശ മാത്രം. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? വർഷം അതിൻ്റെ വില, ടോട്ടൽ വിലയാണ്. അപ്പം നമ്മൾ ഈ 10,000 അതിൽ ആഡാക്കണം. 10,000 പിന്നെ ഈ കൂട്ടുപലിശയും കൂടി ആഡാക്കണം. അപ്പോൾ എത്രയായി? നമ്മളുടെ 13,310. 13,310. ഇത് 3 വർഷത്തെ കണക്ക് കൂട്ടുമ്പോഴുള്ള വാല്യൂ ആണ്. ഇത് മറക്കണ്ട കേട്ടോ. താങ്ക് യു.